ഗ്രാനൈറ്റ് അറിയാലോ. ഞാൻ ഗ്രാനൈറ്റിൻ്റെ മെയ്സനായിരുന്നു, പണിക്കാരനായിരുന്നു, കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം. ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ഞാൻ ശരിക്കും രാജസ്ഥാനിലും നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് ഗ്രാനൈറ്റ് എടുക്കാൻ പോയ ആളാണ് ഞാൻ. നമ്മുടെ വീടിൻ്റെ പണിക്ക് നമ്മൾ പണി പിടിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ പറയും രാജസ്ഥാനിൽ പോയി ഗ്രാനൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടുമെന്ന് പറയും. ഭയങ്കര വില കുറവായിരുന്നു. അപ്പോൾ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രാനൈറ്റും മാർബിളൊക്കെ ആശ്രയിച്ചേക്കുന്നത് രാജസ്ഥാനിൽ പോയി എടുക്കില്ല. അപ്പോൾ ഞാൻ തന്നെ പോവും എടുക്കണം. അപ്പോൾ നമുക്ക് കമ്മീഷനും കിട്ടും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ടൈൽസ് ഒട്ടിച്ച ആൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റൊക്കെ ലേ ചെയ്ത ആൾ ഇന്ന് ഗ്രാനൈറ്റ് ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര പ്രൗഡാണ്, വളരെ സന്തോഷം. അപ്പോൾ ഇനി നിങ്ങൾ ഗ്രാനൈറ്റും ടൈൽസിനൊക്കെ വേണ്ടി അധികം ദൂരമൊന്നും താണ്ടി പോകണ്ട, കേരളമൊന്നും വിട്ട് പോകണ്ട. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ആലപ്പുഴയിലുണ്ട്, മണ്ണഞ്ചേരിയിലുണ്ട്. കൊച്ചിക്കും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാട്ടെന്ന് പറയും. ഗ്രാനൈറ്റിൽ ലാട്ടെന്ന് പറയുമ്പോൾ ഒരു മല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സാധനം ലാട്ട്. അപ്പോൾ ഒരു ഗ്രെയിൻസ് എന്ന് പറഞ്ഞ സാധനം കിട്ടും ഇരിക്കുമ്പോൾ. അപ്പോൾ ഒറ്റ ലാട്ടുള്ള ഞാൻ പോയി നോക്കണമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഒറ്റ ലാട്ടുള്ള ഒരുപാട് ഗ്രാനൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഗ്രാനൈറ്റ്സൊക്കെ നല്ല വലിയ വലിയ വീടുകളൊക്കെ നോക്കണമെങ്കിൽ ഒറ്റപ്പാട്ട് ഇട്ടാൽ മതി. ലൈഫ് ലോങ് കിടക്കുന്ന സാധനമാണ്. അതുപോലെ ടൈൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തോ തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ ചേട്ടാ, സ്റ്റീൽ തുടങ്ങുന്നുണ്ട്. ക്യാന സ്റ്റീൽ തുടങ്ങുന്നുണ്ട്. അയ്യോ, അപ്പൊ നമ്മൾ അത്രയും ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കണേ. മൊത്തത്തിൽ ഇനോഗ്രേഷൻ ആണല്ലോ. അടിപൊളി ഇനോഗ്രേഷൻ ആരാ? ഇവിടെ വെച്ച് പറഞ്ഞു. ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞേ പോരുമ്പോ കുറുക്കൻ ചെയ്യുമ്പോ ഒരു പിടി മണ്ണെടുത്തോളാൻ പറഞ്ഞു. ലക്ഷ്മിയോട് പറഞ്ഞേ കുറുക്കൻ ചെരിന്ന് വരുമ്പോൾ ഒരു പിടി മണ്ണെടുക്കാൻ പറഞ്ഞു. ഇപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അത്യാവശ്യം ആളുണ്ടോ മേലേക്ക് അതിന് താഴേക്ക് വീഴുന്നു പറഞ്ഞ മണ്ണ്. കോമഡി ഉണ്ടോ? വളരെ സന്തോഷം. ഒരുപാട് ഞായറാഴ്ച ഞങ്ങൾ കൊച്ചിക്കാരി ഞായറാഴ്ച എന്ന് പറയും. ഞായറാഴ്ചയിൽ ഇത്ര ആൾക്കാർ വന്നതിലും വളരെ സന്തോഷമുണ്ട്. മൗത്ത് പബ്ലിസിറ്റി ആണ് എന്തും വിജയിക്കുന്നത്, സിനിമ വിജയിക്കുന്നത്. അപ്പൊ നമ്മുടെ ടീമോടെ ഇങ്ങനെ ഈ ഷോപ്പിലേക്ക് അവിടെ ഒന്നും പോണ്ട, 13 ജില്ലയിലും പോണ്ട, നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ മതി. അപ്പൊ എല്ലാവരും നമ്മുടെ വീടൊക്കെ തുടങ്ങാൻ നേരത്ത് എടാ ഇഷ്ടപ്പെട്ട കട്ടൻചായ, കട്ടൻചായ നമ്മുടെ കട്ടൻചായ, ചാമക്ക് ഇഷ്ടപ്പെട്ട കട്ടൻചായ, കാലത്തും വൈകിട്ടും കട്ടൻചായ, കടുപ്പം കൂട്ടി കട്ടൻചായ, കാലത്തും വൈകിട്ടും കട്ടൻചായ, കടുപ്പം കൂട്ടി കട്ടൻചായ, കട്ടൻചായ നമ്മുടെ കട്ടൻചായ, കട്ടൻചായ നമ്മുടെ കട്ടൻചായ.